നമസ്കാരം, ഞാൻ ബി ദിലീപ് കുമാർ. ജനകീയ വിഷയങ്ങൾ നിറഞ്ഞ വാർത്താ പരിപാടിയിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. പൊതുജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും പ്രേക്ഷകരിലേക്കും അധികാരികളിലേക്കും എത്തിക്കാനും അതിന് പരിഹാരം തേടാനുമുള്ള പ്രത്യേക പരിപാടിയാണ് പൊതുജനം കഴുതയല്ല സാർ. ഒരു വാർത്താമാധ്യമം എന്ന നിലയിൽ 24-ന് കഴിയുന്നതിൻ്റെ പരമാവധി ഇടപെടൽ ഉണ്ടാകുമെന്ന ഉറപ്പോടെ ആരംഭിക്കുന്നു പൊതുജനം കഴുതയല്ല സാർ. പൊതുജനം കഴുതയല്ല സാർ. ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ മുരാരി ബാബുവിനെ കുറിച്ചാണ് ഇനി പൊതുജനം കഴുതയല്ല സാർ പറയുന്നത്. പോലീസ് സംഘത്തിന്റെ അന്വേഷണം മുരാരി ബാബുവിന്റെ സാമ്പത്തിക സ്രോതസ്സിലേക്കും നീളുകയാണ്. ദേവസ്വം ബോർഡിൽ ആരെയും അതിശയിപ്പിക്കുന്ന വളർച്ചയായിരുന്നു മുരാരി ബാബുവിൻ്റേത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ രണ്ടാം പ്രതിയാണ് മുരാരി ബാബു. 1994 കേരള ആംഡ് പോലീസ് 4-ാം ബറ്റാലിയനിൽ കോൺസ്റ്റബിളായാണ് തുടക്കം. കണ്ണൂരിലായിരുന്നു ആദ്യ പരിശീലനം പൂർത്തിയാക്കാതെ ക്യാമ്പ് വിട്ടതിനാൽ പിരിച്ചുവിട്ടു. ദേവസ്വം ബോർഡിൽ ജീവനക്കാരനാകുന്നത് 1997. തുടക്കം ഏറ്റുമാനൂർ മഹാദേവർ ക്ഷേത്രത്തിലെ ക്ലർക്കായി. ഏറ്റവും അധികം കാലം മുരാരി ബാബു ജോലി ചെയ്തതും ഏറ്റുമാനൂരിലാണ്. ക്ഷേത്രത്തിലെ സ്വർണ്ണ രുദ്രാക്ഷമാല കാണാതായതും ശ്രീകോവിലിന് തീപിടിച്ചതും സ്വർണ്ണപ്രഭയിലെ 3 നാഗപാളികൾ വിളക്കിച്ചേർത്തതും മുരാരി ബാബു ജോലി ചെയ്ത കാലയളവിലാണ്. മുരാരി ബാബുവിനെതിരെ ആരോപണവുമായി ചിലർ രംഗത്തെത്തുകയും ചെയ്തു. മുരാരി ബാബു എവിടെ ചെന്നാലും അവിടെ കാശുണ്ടാകാതെ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതാണ്, ഉത്സവങ്ങൾ നടക്കുമ്പോഴത്തേക്ക് ഏറ്റുമാനൂര്, തിരുനക്കര, വൈക്കം എല്ലാം സ്പെഷ്യൽ ഓഫീസറായിട്ട്, അത് മുരാരി ബാബു സബ് ഗ്രൂപ്പ് ഓഫീസറായിരുന്ന കാലം തൊട്ട് ചെല്ലും. ഇതൊരു ഉത്സവം നടത്തപ്പോൾ ഈ ആന എഴുന്നള്ളിപ്പിലും ഒരാൾ നല്ലൊരു കാശുണ്ടാക്കണം. ആന എഴുന്നള്ളിപ്പിലും പരിപാടികൾ ബുക്ക് ചെയ്യുന്നതിലും നല്ലൊരു അനൗൺസറാണ്. അങ്ങനെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ആ സ്റ്റേജ് അല്ല അവിടെ എങ്ങനെ ഏറ്റെടുക്കുക പുള്ളി. എന്നിട്ട് പൈസ അതിൻ്റെ പേരിൽ ആനയുടെ പേരിലും ഉത്സവം നടത്തുമ്പോൾ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുന്നതിൻ്റെ അകത്ത് നല്ല തട്ടിപ്പ് നടക്കുന്നുണ്ട്. ഏറ്റുമാനൂരിൽ നിന്ന് സ്ഥലം മാറിപ്പോയെങ്കിലും പിന്നീടും ഇതേ ക്ഷേത്രത്തിലും വൈക്കം, തിരുനക്കര എന്നീ പ്രമുഖ ക്ഷേത്രങ്ങളിലുമൊക്കെ ഉത്സവകാലത്ത് സ്പെഷ്യൽ ഓഫീസറായി. 3 ക്ഷേത്രങ്ങളിലും ആനകളെ കരാറെടുക്കുന്നതിൽ ക്രമക്കേട് നടന്നതായി പിന്നീട് കണ്ടെത്തി. ചങ്ങനാശ്ശേരി പെരുന്നയിലെ വീടും അന്വേഷണ പരിധിയിലാണ്. വീട് നിർമ്മാണത്തിന്റെ സാമ്പത്തിക സ്രോതസ്സും അന്വേഷിക്കുന്നുണ്ട്. ക്ഷേത്രാവശ്യങ്ങൾക്കെന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് വീടുപണികൾക്കുള്ള തേക്കുതടികൾ വാങ്ങിയതെന്നും സൂചനയുണ്ട്. തിരുനക്കര, ഏറ്റുമാനൂർ ക്ഷേത്രങ്ങളിലേക്കും ദേവസ്വം ഗസ്റ്റ് ഹൗസിലേക്കുമുള്ള പണികൾക്കായി തേക്കുതടികൾ ആദ്യം ആവശ്യപ്പെട്ടത് വനം വകുപ്പിന്റെ കോട്ടയം നട്ടാശ്ശേരിയിലുള്ള തടി ഡിപ്പോയിലാണ്. എന്നാൽ അവിടെ സ്റ്റോക്കില്ലെന്നറിയിച്ചതോടെ മറ്റൊരു ഡിപ്പോയിൽ നിന്ന് സംഘടിപ്പിക്കാൻ മുരാരി ബാബു ആവശ്യപ്പെട്ടു. വനമുദ്യോഗസ്ഥർ വിളിച്ചു പറഞ്ഞതനുസരിച്ച് ഈ ഡിപ്പോയിൽ നിന്നും നൽകി. തിരുനക്കരയിലും ഏറ്റുമാനൂരിലും ഈ സമയത്ത് ഇത്രയധികം തടിപ്പണികൾ നടന്നിട്ടില്ലെന്നും അന്വേഷണത്തിൽ വ്യക്തമായി. ഏറ്റുമാനൂർ ക്ഷേത്രത്തിലെ പടിഞ്ഞാറേ നടയിലെ കട്ടിള മാറാനായി പാഴ്ത്തടിയാണ് എത്തിച്ചതെന്നും കണ്ടെത്തലുണ്ട്. എന്നാൽ ഉപദേശക സമിതിയുടെ എതിർപ്പുള്ളതിനാൽ പണി നടത്തിയില്ല. 28 വർഷം മുമ്പ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ജീവനക്കാരനായ മുരാരി ബാബു 2019 ഇരുനില വീട് നിർമ്മിച്ചത്. വീടിന് മാത്രം ഏകദേശം 2 കോടി രൂപ ചെലവഴിച്ചതായി കരുതപ്പെടുന്നു. തടി കൊണ്ടുള്ള നിർമ്മിതികൾ ഉൾപ്പെടെ മുന്തിയ നിലവാരമുള്ള വസ്തുക്കൾ മാത്രമാണ് വീടുപണിക്കായി ഉപയോഗിച്ചത്. ശബരിമലയിൽ നിന്ന് സ്വർണ്ണപ്പാളി കടത്തിയതും വീടുപണിയും ഒരേ കാലയളവിലാണെന്നും SITയുടെ കണ്ടെത്തലിലുണ്ട്. ആഗോള അയ്യപ്പ സംഗമത്തിൽ കലവറയുടെ മുഖ്യ ചുമതലക്കാരനായിരുന്നു മുരാരി ബാബു. ഏറ്റുമാനൂരിൽ ക്ലർക്കായി തുടങ്ങിയ മുരാരി ബാബു ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ വരെയായി ദേവസ്വം ബോർഡിലെ ഉന്നത ശ്രേണിയിലെത്തി. ആരോപണം ഉയരും വരെ പെരുന്ന NSS കരയോഗം വൈസ് പ്രസിഡന്റായിരുന്നു. നേരത്തെ കോൺഗ്രസ് യൂണിയനിലായിരുന്ന മുരാരി ബാബു അടുത്തിടെ കളം മാറി CPIM യൂണിയനിലെത്തി. ഇപ്പോൾ ഉയർച്ചയിൽ നിന്നുള്ള മുരാരി ബാബുവിന്റെ പതനവും. പ്രതികൾ സാമ്പത്തിക നേട്ടമുണ്ടാക്കിയിട്ടുണ്ടെന്ന് ഏകദേശം വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ മറ്റ് ക്ഷേത്രങ്ങളിലും സമാനമായ രീതിയിലുള്ള അന്വേഷണം വേണമെന്ന ആവശ്യവും ഉയർന്നു വരുന്നുണ്ട്. കോട്ടയത്ത് നിന്ന് അരുൺ നിണ്ടൂറിനൊപ്പം ടോബി ജോൺസൺ, 24. പൊതുജനം കഴുതയല്ല സാർ. തട്ടിപ്പിന്റെ ഈ വാർത്തകളിൽ നിന്ന് പൊതുജനം കഴുതയല്ല സാർ ഇനി നേരെ പോകുന്നത് താളാത്മകമായി നടക്കേണ്ട ഒരു സ്ഥാപനത്തിലെ താളപ്പിഴകളെ കുറിച്ചാണ്. കഴിഞ്ഞ ദിവസം കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാലയുടെ ചാൻസലർ മല്ലിക സാരാഭായിയുടെ ഒരു പ്രതികരണം ശ്രദ്ധേയമായിരുന്നു. കലാമണ്ഡലത്തിൽ രാഷ്ട്രീയാടിസ്ഥാനത്തിൽ നിയമിച്ച ജീവനക്കാരുടെ വിദ്യാഭ്യാസക്കുറവ് സ്ഥാപനത്തിന്റെ പ്രവർത്തനത്തെ ബാധിക്കുന്നുവെന്നായിരുന്നു പരാമർശം. പ്രതികരണം പുറത്തു വന്നതിന് പിന്നാലെ വലിയ വാദപ്രതിവാദങ്ങളാണ് ഉയരുന്നത്. എന്താണ് കലാമണ്ഡലത്തിൽ സംഭവിക്കുന്നത് പരിശോധിക്കാം. ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറായിരിക്കുന്ന 2022 കാലം സർക്കാർ ഗവർണർ പോര് മുറുകുകയാണ്. അതിനിടയിലാണ് കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാലയുടെ ചാൻസലറായി മല്ലിക സാരാഭായിയെ സർക്കാർ നിയമിക്കുന്നത്. ആ മേഖലയിൽ നിന്ന് തന്നെയുള്ള വിദഗ്ധ ചാൻസലറായി എത്തുന്നു എന്നുള്ളതായിരുന്നു സർക്കാരിന്റെ പ്രഖ്യാപനം. പക്ഷേ
ചാൻസലർ ചുമതലയിൽ മല്ലിക സാരാഭായ് എത്തിയതിന് പിന്നാലെ വിവാദങ്ങളും ചൂടുപിടിച്ചു. മല്ലിക സാരാഭായ് കേരള കലാമണ്ഡലത്തിന്റെ ചാൻസലറായി എത്തിയതിനു പിന്നാലെ ആദ്യമെടുത്ത തീരുമാനം കുട്ടികളുടെ സാധകത്തിന്റെ സമയം മാറ്റുന്നതായിരുന്നു. രാവിലെ 4 മണിക്ക് സാധകമെന്നത് 6:30 മാറ്റിയത് വലിയ പ്രതിഷേധങ്ങൾക്കിടയാക്കി. പിന്നാലെ പല നടപടികൾക്കെതിരെയും ഏറിയും കുറഞ്ഞുമുള്ള പ്രതിഷേധവും പിന്തുണയും. കലാമണ്ഡലത്തിലെ ജീവനക്കാരുടെ വിദ്യാഭ്യാസ യോഗ്യതയെക്കുറിച്ച് പറഞ്ഞ പരാമർശമാണ് ഇപ്പോഴത്തെ വിവാദങ്ങൾക്ക് ആധാരം. A lot of the office staff is completely incapable of doing the office work that in today's terms needs to be done with the English language and with computers and with accounting skills. കലാമണ്ഡലം കൽപ്പിത സർവകലാശാലയായി ഉയർത്തപ്പെട്ടപ്പോൾ ക്ലർക്കുമാർ പെട്ടെന്ന് ഉദ്യോഗസ്ഥരായി. അവർക്ക് മതിയായ പരിശീലനം ലഭിച്ചില്ല. ഇതോടെയാണ് LDF UDF മുന്നണികൾ നടത്തിയ രാഷ്ട്രീയ നിയമനങ്ങൾ കേരള കലാമണ്ഡലത്തെ പ്രതിസന്ധിയിലാക്കുന്നുവെന്ന് മല്ലിക സാരാഭായ് ചൂണ്ടിക്കാട്ടിയത്. ഇംഗ്ലീഷിൽ ഇമെയിൽ പോലും അയക്കാൻ അറിയാത്തവരാണ് ജീവനക്കാരെന്നും കടുത്ത ഭാഷയിൽ വിമർശനമുയർത്തി. നിലവിലെ അഡ്മിനിസ്ട്രേറ്റീവ് പദവിയിലുള്ളവരുടെ വിദ്യാഭ്യാസ യോഗ്യത പരിശോധിച്ചാൽ ഇക്കാര്യം വ്യക്തമാകുമെന്നാണ് സാരാഭായിയെ അനുകൂലിക്കുന്നവരുടെ നിലപാട്. എന്നാൽ ചാൻസലറുടെ വാദത്തെ തള്ളി വൈസ് ചാൻസലർ ഡോക്ടർ R അനന്തകൃഷ്ണൻ രംഗത്തെത്തി. കലാമണ്ഡലത്തിലെ നിയമനങ്ങളിൽ ബാഹ്യ ഇടപെടൽ നടന്നിട്ടില്ലെന്ന് വൈസ് ചാൻസലർ പറയുന്നു. അപ്പോയിൻമെൻറ്റുകളായാലും എല്ലാം തന്നെ വളരെ സുതാര്യമായ രീതിയിൽ തന്നെയാണ് ഇവിടെ നടക്കുന്നത്. ഒരു തരത്തിലുള്ള ഇൻ്റർവെൻഷൻ ഉണ്ടായിട്ടില്ല എന്ന് എനിക്ക് ഉത്തമ ബോധ്യത്തോടെ പറയാൻ കഴിയും. ഈ ഇവിടെ കൈകാര്യം ചെയ്യുന്ന കലകളിൽ ഏറ്റവും പ്രാഗൽഭ്യമുള്ള എമിനൻ്റായിട്ടുള്ള, അതായത് ബ്രില്യൻ്റായിട്ടുള്ള ആർട്ടിസ്റ്റ് തന്നെയാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. അതിനാണ് ഇവിടെ പ്രാധാന്യം കൊടുത്തിട്ടുള്ളതും. തുടർച്ചയായുള്ള മല്ലിക സാരാഭായിയുടെ പ്രതികരണങ്ങൾ സർക്കാരിനെയും LDFനെയും വെട്ടിലാക്കുന്നുണ്ട്. ആശാസമരത്തിൽ പങ്കെടുത്തതടക്കമുള്ള വിഷയങ്ങളിൽ അതൃപ്തി നിലനിൽക്കെയാണ് പുതിയ പരാമർശം. കലാമണ്ഡലത്തിന്റെ പ്രതിച്ഛായയെ തന്നെ തകർക്കുന്ന പരാമർശമാണ് ഉണ്ടായതെന്നാണ് മല്ലിക സാരാഭായിയെ എതിർക്കുന്നവരുടെ വാദം. കലാമണ്ഡലത്തിൽ 10 താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്താനുള്ള ഫയൽ മുഖ്യമന്ത്രിയുടെ തീരുമാനം കാത്തു കഴിയുകയാണ്. സ്ഥിര നിയമനം കാത്തു കഴിയുന്ന 10 പേരിൽ 5 പേരെ VS സർക്കാരിന്റെ കാലത്ത് നിയമിച്ചതാണ്. ബാക്കി 5 പേരെ 1ാം പിണറായി സർക്കാരിന്റെ കാലത്തും. VS സർക്കാരിന്റെ കാലത്ത് നിയമിച്ചവരെ ഉമ്മൻചാണ്ടി സർക്കാർ പിരിച്ചുവിടുകയും താൽക്കാലികക്കാരുടെ സേവനം പരമാവധി 1 വർഷമായി നിജപ്പെടുത്തുകയും ചെയ്തിരുന്നു. 1ാം പിണറായി സർക്കാർ നിലവിൽ വന്നതോടെ ഇവർ വീണ്ടും നിയമനം നേടുകയും ആ സർക്കാരിന്റെ അവസാന കാലത്ത് അവരെ സ്ഥിരപ്പെടുത്താൻ നടപടി സ്വീകരിക്കുകയുമായിരുന്നു. ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിനെ തുടർന്നാണ് സ്ഥിരം നിയമനം നടക്കാതെ പോയത്. ആ ഉത്തരവിൽ ഭേദഗതി വരുത്തിയതോടെ വീണ്ടും സ്ഥിര നിയമനത്തിന്റെ ഫയൽ തയ്യാറാക്കി. സ്ഥിര നിയമനത്തിന് സർവകലാശാലയിൽ നിന്നുള്ള ശുപാർശ നൽകിയത് ചാൻസലറോട് ആലോചിക്കാതെയാണെന്നും അതിലുള്ള അതൃപ്തിയാണ് വിവാദ പ്രസ്താവനയ്ക്ക് പിന്നിലെന്നും സൂചനയുണ്ട്. 90 വർഷത്തിലധികമായി കേരളത്തിന്റെ തന്നെ സ്വകാര്യ അഹങ്കാരമായി തലയെടുപ്പോടെ നിൽക്കുകയാണ് ഈ സാംസ്കാരിക കേന്ദ്രം. പ്രതിസന്ധികളെയും ആരോപണങ്ങളെയും അതിജീവിച്ച കേരള കലാമണ്ഡലം ഇനിയും മുന്നേറണം. അത് കലാകാരന്മാരുടെ മാത്രം ആഗ്രഹമല്ല, പൊതുജനങ്ങളുടേതു കൂടിയാണ്. തൃശ്ശൂരിൽ നിന്നും സൂരജ് ജി, 24. പൊതുജനം കഴുതയല്ല സാർ. കലാമണ്ഡലത്തിൽ അങ്ങനെയാണെങ്കിൽ തീരമേഖലയിൽ മത്സ്യത്തൊഴിലാളികളുടെ മേഖലയിൽ ഇങ്ങനെയാണ്. അതായത് അവരുടെ ജീവിത പ്രശ്നങ്ങൾ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. തടഞ്ഞുവെച്ച ഫണ്ടുകൾക്ക് വേണ്ടി സർക്കാരുകൾ അലമുറയിടുമ്പോഴും ഇവർക്ക് അവകാശപ്പെട്ട ആനുകൂല്യങ്ങൾ പലപ്പോഴും ലഭിക്കുന്നില്ല. വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ ലഭിക്കാത്തതോടെ മക്കളുടെ ഉപരിപഠനം വരെ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ഫിഷറീസ് ഓഫീസുകൾ കയറിയിറങ്ങിയിട്ടും നടപടിയില്ലെന്നാണ് ഇവർ പറയുന്നത്. പറഞ്ഞിട്ടും തീരാത്തത്ര വിധം ദുരിതകഥയായി മാറിയിരിക്കുകയാണ് മത്സ്യത്തൊഴിലാളികളുടെ ജീവിത കഥ. ഏത് പ്രതിസന്ധിയിലും കരകയറ്റുമെന്നുള്ള ഉറച്ച പ്രഖ്യാപനവുമായാണ് LDF സർക്കാർ അധികാരത്തിലെത്തിയത്. അധികാരത്തിലെത്തി 10 വർഷമായിട്ടും ഇപ്പോഴും ഇവരുടെ ദുരിതത്തിന് അറുതിയുണ്ടാകുന്നില്ല. ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കും, ഒരു ദിവസം പോലും കേരളത്തിന്റെ പട്ടാളത്തിന് പട്ടിണി കിടക്കേണ്ടി വരില്ല, എല്ലാം ഞങ്ങൾ ശരിയാക്കും, ഞങ്ങൾക്ക് വോട്ട് ചെയ്താൽ മാത്രം മതി എന്നൊക്കെ പറഞ്ഞ ആളുകൾ എവിടെയെന്നാണ് മത്സ്യത്തൊഴിലാളികൾ ചോദിക്കുന്നത്. നമ്മളിപ്പോൾ ഏതൊരു വ്യക്തികളും അവരുടെ മക്കൾ നല്ലതായിട്ട് വരാനേ നോക്കുള്ളൂ. അപ്പോൾ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുമ്പോൾ നമ്മൾ സർക്കാരിൻ്റെ ആനുകൂല്യം നമുക്കിപ്പോൾ കിട്ടുന്നില്ല. അപ്പോൾ ചോദിക്കുമ്പോൾ പറയുന്നത് നിങ്ങൾ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്നത്. അപ്പം സാധാരണക്കാർ എപ്പോഴും സാധാരണക്കാരായിട്ട് ജീവിക്കണമെന്നുള്ളതാണ് ഇപ്പോൾ ഇവിടുത്തെ എന്താ പറയുക മുതലാളിത്ത വ്യവസ്ഥയുടെ ഒരു പ്രക്രിയ.
നമ്മളിപ്പോൾ സാധാരണ നമ്മളിപ്പോൾ എല്ലാവരും ഇപ്പം നിങ്ങളായാലും ആരായാലും പഠിക്കുന്നത് നല്ല രീതിയിൽ പഠിക്കണമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. നമ്മളിപ്പോൾ ഇംഗ്ലീഷ് മീഡിയത്തിൽ കൊണ്ടാക്കും. അപ്പോൾ അത് ചെയ്യണ്ടെന്നുള്ളതാണ് ഇപ്പോൾ പറയുന്നത്. ആനുകൂല്യങ്ങൾ തരുന്നില്ല. നമ്മൾ ചെന്ന് ചോദിക്കും പറയുന്നത് നിങ്ങൾക്ക് അതിനുള്ളൊരു ഇതില്ല, നിങ്ങൾ ഗവൺമെൻറ് സ്കൂളിൽ പഠിക്കാനാണ് പറയുന്നത്. ആരെങ്കിലും ഇപ്പോൾ ഗവൺമെൻറ് ഇപ്പം നമ്മളിപ്പോൾ ഓരോ മക്കളെ ഇപ്പം നമ്മൾ ഉന്നതിയിലേക്ക് വരാനായിട്ടായിരിക്കും നമ്മൾ ഇതാക്കുന്നത്. അത് തന്നെയാണ് അവസ്ഥ. അടച്ച പൈസൻ്റെ ആനുകൂല്യം തന്നെ ഇതുവരെ കിട്ടിയില്ല. ഞങ്ങൾ ഫിഷറീസിൽ അടക്കുന്ന പൈസ ഉണ്ടല്ലോ, 500 250, അത് 2 മാസം കൂടുമ്പോൾ 500 രൂപ അടക്കല്. അത് 1500 അടച്ചാൽ 4500 ഞങ്ങൾക്ക് കിട്ടല്. അതിപ്പോൾ ഒരു ഗഡു കിട്ടിയിട്ട് പിന്നെ ഇപ്പോൾ ഒരു ഒച്ചയില്ല വിളിയില്ല. തങ്ങളെ പ്രളയകാലത്തെ പട്ടാളം എന്ന് പറഞ്ഞവർ പാടും നോക്കി പോയതല്ലാതെ കൂടെ നിന്നിട്ടില്ലെന്നും ഇവർ പറയുന്നു. മക്കൾക്കുള്ള വിദ്യാഭ്യാസ ആനുകൂല്യം 2 വർഷത്തോളമായി കിട്ടുന്നില്ല. 35,000-ഓളം വിദ്യാർത്ഥികളാണ് ഇതുമൂലം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. ഫീസ് കൊടുക്കാത്തതിനാൽ പലരുടെയും സർട്ടിഫിക്കറ്റുകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. 2025-26 വർഷം ഒരു വിദ്യാർത്ഥിക്കും ആനുകൂല്യം ലഭിച്ചില്ലെന്നും തൊഴിലാളികളുടെ ആശങ്ക. ഞാൻ ഒരു കൊമേഴ്സ് പ്രൊഫഷണൽ ഡിഗ്രി സ്റ്റുഡൻ്റാണ്. പ്രൊഫഷണൽ ഡിഗ്രി എന്നെടുത്ത് പറയാൻ കാരണം ഒരു നോർമൽ ഡിഗ്രി സ്റ്റുഡൻ്റ് അല്ല എന്നത് മൂലം പലതരത്തിലുള്ള ഗവൺമെൻറ് ആനുകൂല്യങ്ങൾ നിഷേധിക്കപ്പെടുന്നുണ്ട്. അതിലൊന്നാണ് ഫിഷറീസ് വകുപ്പ് നൽകി വരുന്ന ലാപ്ടോപ്പ് വിതരണം. അത് നോർമൽ ഡിഗ്രി സ്റ്റുഡൻസിന് മാത്രമേ ഉള്ളൂ. ഒരു പ്രൊഫഷണൽ ഡിഗ്രി ആയതുകൊണ്ട് അത് നിഷേധിക്കപ്പെട്ട സ്റ്റുഡൻസിൽ ഒരാളാണ് ഞാൻ. നമ്മുടെ +2 +1 കാലഘട്ടത്തിൽ നൽകി വരുന്ന സ്റ്റൈപ്പൻഡ് വളരെ ഡിലേ ആയിട്ടാണ് അക്കൗണ്ടിലോട്ടൊക്കെ ക്രെഡിറ്റ് ആവുന്നത്. ഞാൻ തന്നെ പാസ് ഔട്ടായി 2 വർഷങ്ങൾക്ക് ശേഷമൊക്കെയാണ് ആ ഒരു എമൗണ്ട്, സ്റ്റൈപ്പൻഡിൻ്റെ ആ ഒരു എമൗണ്ട് ക്രെഡിറ്റ് ആവുന്നത്. കുട്ടികൾക്ക് വേണ്ട ആനുകൂല്യങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടണമെങ്കിൽ അതിനുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്തു തരണം. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ശരിക്കും കിട്ടുന്നില്ല. ഇപ്പോൾ ഒരു ആവശ്യത്തിന് നമ്മളെന്തെങ്കിലും ആവശ്യത്തിന് പോയതാണെങ്കിൽ തന്നെ നമുക്കൊന്നും ഒരു ശരിയായൊരു പ്രതികരണമല്ല അവർ തരുന്നത്. ഒരുപാട് പ്രശ്നങ്ങൾ അഭിനയിക്കുന്നുണ്ട്. വീടിൻ്റെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. വീടിന് നമ്മൾ ഒരു ഇതിന് വേണ്ടിയിട്ട് റിപ്പയറിനൊക്കെ എഴുതി കൊടുത്തിട്ട് നമുക്ക് പാസ്സായി കിട്ടിയിട്ടില്ല. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ ഫിഷറീസ് പോയാൽ എന്തെങ്കിലും കാരണങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറാറുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ട്, കുറേ പ്രശ്നങ്ങളുണ്ട്. ഓഫീസുകൾ കേവലം പഴങ്കടലാസുകൾ സൂക്ഷിക്കുന്ന സ്ഥലമായാണ് ഇവർ കാണുന്നത്. കേന്ദ്ര ഫണ്ട് ലഭിക്കാത്തതാണ് പ്രശ്നപരിഹാരം വൈകുന്നതെന്നാണ് സർക്കാരും ഉദ്യോഗസ്ഥരും പറയുന്നത്. നൂലാമാലകളും സാങ്കേതികത്വം ഒന്നും അറിയില്ല. പട്ടിണിയുടെയും ദാരിദ്ര്യത്തിൻ്റെയും വേദന ഇവർക്ക് നന്നായി അറിയാം. മാസം തോറുമുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിലെ കാലതാമസം, വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്നതിലൂടെ പ്രതിസന്ധിയിലായ വിദ്യാർത്ഥികൾ അടക്കം നിരവധി പ്രശ്നങ്ങളാണ് ഇപ്പോഴും ഇവർ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. എവിടെ സർക്കാർ, എവിടെ വകുപ്പ്, എവിടെ മന്ത്രി എന്ന ചോദ്യമാണ് ഇവർ ഉന്നയിച്ചുകൊണ്ടേയിരിക്കുന്നത്. കോഴിക്കോട് നിന്നും അനൂപ് നായർക്കൊപ്പം YS അഭിനന്ദ്, 24. പൊതുജനം കഴുതയല്ല സാർ. ഇനി പറയാൻ പോകുന്നത് ഒരു ഞെട്ടിക്കുന്ന വാർത്തയാണ്. മൃതദേഹത്തിന്റെ സ്വർണം പോലും അടിച്ചു മാറ്റുക എന്നത്. സംഭവം പുനലൂർ ആശുപത്രിയിൽ നിന്നാണ് വരുന്നത്. പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ നിന്നുള്ള ഒരു വാർത്തയാണിനി. മൃതദേഹത്തിൽ നിന്നും അഴിച്ചു മാറ്റിയ സ്വർണം അപ്രത്യക്ഷമായതാണ് ഈ വാർത്ത. അമ്പലത്തിൽ മാത്രമല്ല ആശുപത്രിയിലും സ്വർണ്ണമോഷണ വിവാദം കൊഴുക്കുകയാണ്. അടിച്ചുമാറ്റിയതോ മൃതദേഹത്തിലെ സ്വർണ്ണാഭരണങ്ങൾ. പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ സ്വർണ്ണമോഷണ വിവാദവും കൊഴുക്കുകയാണ്. കഴിഞ്ഞ മാസം 22-ന് രാവിലെ 7 മണിയോടെയാണ് ഭർത്താവ് ഐസക് വെട്ടിപ്പരിക്കേൽപ്പിച്ച ശാലിനിയെ പുനലൂർ താലൂക്ക് ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചത്. മരണം സ്ഥിരീകരിച്ചതോടെ മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റും മുമ്പ് ആശുപത്രി ജീവനക്കാരി ശാലിനിയുടെ സ്വർണ്ണാഭരണങ്ങൾ അഴിച്ചുമാറ്റി. ഒരു ജോഡി കൊലുസും കമ്മലും 2 മോതിരവും ഒരു വളയുമടക്കം 20 ഗ്രാമിലധികം തൂക്കമുള്ള സ്വർണ്ണാഭരണങ്ങൾ. എൻ്റെ കുഞ്ഞിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി അവിടെ എന്തെങ്കിലും ഒരു സാധനം കൈ കിട്ടി അത് സൂക്ഷിച്ച് വെക്കണം എന്നുള്ള ആഗ്രഹം എനിക്കുണ്ട്. ഇപ്പം ആശുപത്രി അവർ വേണ്ടേ അത് സൂക്ഷിച്ച് വെക്കാനേ, അല്ലേ അവർ ഞങ്ങളാരെങ്കിലും വിളിച്ച് ആ സാധനം തരണ്ടായി. സ്വർണ്ണമെല്ലാം കൂടെ ഭദ്രമായിട്ട് സൂക്ഷിച്ച് പൊതിഞ്ഞ് കെട്ടി അലമാരിക്കകത്ത് വെച്ചിരുന്നു. പേരെഴുതി ഒരു മോതിരവും ഉണ്ട് എന്നവർ തന്നെ ഇങ്ങോട്ട് പറഞ്ഞു. അങ്ങനെ അലമാരി വെച്ചിരുന്നു. അത് എങ്ങനെയോ കളവ് പോയി. ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെട്ടിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് അത് കണ്ടുപിടിച്ച് തരുമേ. അപ്പോൾ ഞാൻ ഒരാഴ്ചയ്ക്കകം വിളിക്കാമെന്ന് പറഞ്ഞു. ശാലിനിയുടെ ബന്ധുക്കൾക്കോ പോലീസിനോ കൈമാറാതെ ഇത്രയധികം സ്വർണം ജീവനക്കാർ സൂക്ഷിച്ചത് ഇഞ്ചക്ഷൻ റൂമിലെ സ്റ്റീൽ അലമാരയിൽ. മൃതദേഹത്തിലെ സ്വർണ്ണാഭരണങ്ങൾ ആശുപത്രി സൂപ്രണ്ടിനെ ഏൽപ്പിക്കണം. സൂപ്രണ്ട് ലേ സെക്രട്ടറിക്ക് കൈമാറി ആശുപത്രി ലോക്കറിൽ സൂക്ഷിക്കണമെന്നാണ് ചട്ടം. അതൊന്നും ഇവിടെ പാലിക്കപ്പെട്ടിട്ടില്ല. പകരം നിരവധി ജീവനക്കാർ ഉപയോഗിക്കുന്ന ഇഞ്ചക്ഷൻ റൂമിൽ സൂക്ഷിച്ചതിലടക്കം ജീവനക്കാരുടെ വീഴ്ചയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ആശുപത്രി സൂപ്രണ്ട് തന്നെ അത് സമ്മതിക്കുന്നു.
ആ ശാലിനിയുടെ ദേഹത്തുണ്ടായിരുന്ന ആഭരണങ്ങൾ അത് നമ്മൾ കാഷ്വാലിറ്റിയിലെ ഒരു അലമാരയിൽ വെച്ചു. അലമാരയിൽ വെച്ചിട്ട് 22-ന് വെച്ചതാ. പോലീസുകാരെടുക്കാൻ വരും അല്ലെങ്കിൽ ബന്ധുക്കൾ വരുമെന്ന് പറഞ്ഞിട്ട് വരാൻ ലേറ്റായി. ഇടയ്ക്ക് നോക്കുമ്പോഴെല്ലാം അവിടെ ഉണ്ടായിരുന്നു. ഈ മാസം 8-ാം തീയതി നോക്കിയപ്പോഴും അവിടെ ആഭരണങ്ങളെല്ലാം ഉണ്ടായിരുന്നു. 11-ാം തീയതി നോക്കിയപ്പം ആഭരണങ്ങൾ കാണുന്നില്ല. സെപ്റ്റംബർ 22-ന് ശാലിനിയുടെ മൃതദേഹത്തിൽ നിന്നും അഴിച്ചെടുത്ത സ്വർണം ആഴ്ചകൾ പിന്നിട്ടിട്ടും തിരികെ ലഭിക്കാതായതോടെയാണ് വീട്ടുകാർ ആശുപത്രിയിൽ അന്വേഷിച്ചെത്തിയത്. ഒഴിവു കഴിവുകൾ പറഞ്ഞ ജീവനക്കാർ വീട്ടുകാരെ തിരിച്ചയച്ചു. താക്കോല് കണ്ടില്ല, വെച്ചതിനകത്ത് പൂട്ടിയൊക്കെ നാൾ വന്നെങ്കിൽ താക്കോൽ എവിടാന്ന് അറിയത്തുള്ളൂ ഇവരോട് പറഞ്ഞത്. അങ്ങനെ ഈ പിള്ളേർ പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ആഴ്ച പോയത്. അന്നേരം എന്നോട് ഇങ്ങനെ പറഞ്ഞത്. 2 പ്രാവശ്യം പോയി. ഞാൻ കഴിഞ്ഞ ആഴ്ചയിലാണ് ഞാൻ പോയത്. വീട്ടുകാർ പരാതിയുമായി പോലീസിനെ സമീപിക്കും മുമ്പ് ആശുപത്രി അധികൃതർ ഒരു മുഴം നീട്ടിയെറിഞ്ഞു. വീട്ടുകാരെത്തും മുന്നേ ആശുപത്രി അധികൃതർ തന്നെ പുനലൂർ പോലീസിൽ പരാതി നൽകി. അതും ഈ മാസം 18-ന്. അവിടെയും ഉയരുകയാണ് ദുരൂഹത. ഇത്രയും നാൾ സ്വർണം നഷ്ടപ്പെട്ട കാര്യം പൂഴ്ത്തിവെച്ചത് എന്തിന്, ആർക്കുവേണ്ടി? ഇങ്ങനെ ആശുപത്രി അധികൃതർ മറുപടി പറയേണ്ടതാ നിരവധി ചോദ്യങ്ങൾക്ക്. ആശുപത്രി ജീവനക്കാരുടെ അറിവോടുകൂടി മോഷണം നടക്കാൻ. അപ്പൊ അത്തരത്തിൽ വലിയ ലാഗും വലിയ ചികിത്സാ പിഴവുകളും മോഷണവും ഈ ആശുപത്രിയിൽ നിത്യ സംഭവമാണ്. പോലീസും ബന്ധുക്കളുമൊക്കെ ഇടപെട്ടതുകൊണ്ട് ഈ മൃതദേഹത്തിലെ സ്വർണം മോഷ്ടിച്ചത് പുറത്തായി. ഇതിനു മുൻപ് എത്ര മൃതദേഹങ്ങളുടെ സ്വർണവും പണവുമൊക്കെ ഇങ്ങനെ നഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് ആർക്കറിയാം. ഏതായാലും കള്ളൻ കപ്പലിൽ തന്നെയുണ്ടെന്നാണ് പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായിട്ടുള്ളതെന്നാണ് സൂചന. ജീവനക്കാരിൽ പലരെയും ഇതിനോടകം പോലീസ് ചോദ്യം ചെയ്തു കഴിഞ്ഞു. CCTV-കളടക്കം കേന്ദ്രീകരിച്ച് അന്വേഷണം അങ്ങനെ പുരോഗമിക്കുകയാണ്. അതേസമയം ആളുകേറാമലയിലെ അന്വേഷണം പോലെയാകാതെ ആശുപത്രിയിലെ സ്വർണമോഷ്ടാക്കളെ എത്രയും വേഗം പിടികൂടണമെന്ന ആവശ്യമാണ് ശക്തമായി ഉയരുന്നത്. പുനലൂർ താലൂക്ക് ആശുപത്രിയിലെത്തുന്ന രോഗികളും കൂട്ടിരിപ്പുകാരും മാത്രമല്ല, മൃതദേഹങ്ങളും അവരുടെ വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ സ്വന്തം റിസ്കിൽ സൂക്ഷിക്കണമെന്ന് ഇവിടെ എഴുതി വെക്കണം. അല്ലെങ്കിൽ അതൊക്കെ അടിച്ചുമാറ്റാൻ ഇവിടെ ആൾക്കാരുണ്ട്. ക്യാമറമാൻ അരുണ സാറിനൊപ്പം സുജിത് സുരേന്ദ്രൻ, 24 കൊട്ടാരക്കര. പൊതുജനം കഴുതയല്ല സാർ. വന്യജീവി ശല്യം രൂക്ഷമാണെന്ന പരാതി മലയോരത്തും താഴ്വാരത്തും ഇന്ന് പുതുമയല്ല. പക്ഷേ വീട്ടുവളപ്പിൽ പോലും സ്വസ്ഥമായി ഇറങ്ങാൻ കഴിയാത്ത ഗതി പാമ്പുകൾ ഉണ്ടാക്കുമ്പോഴോ? കഴിഞ്ഞ ഏതാനും നാളുകളായി എറണാകുളം ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ പാമ്പുകളുടെ ശല്യമാണ്. പെരുമ്പാമ്പ് മുതൽ രാജവെമ്പാല വരെയുണ്ട് ഈ കൂട്ടത്തിൽ. പാമ്പുകളെ കൊണ്ട് പൊറുതിമുട്ടിയ ജനങ്ങളെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. മലയോരത്തിന്റെ മലഞ്ചെരുവിൽ മലമ്പാമ്പും രാജവെമ്പാലയൊന്നും പുതുമുഖങ്ങളല്ല. പക്ഷേ പുരയിടത്തിൽ ഇവർ പൊറുതി തുടങ്ങിയതോടെ പുറത്തിറങ്ങാൻ കഴിയാത്ത ഗതിയിലേക്ക് മാറിയത് പൊതുജനമാണ്. ഭൂതത്താൻകെട്ട് തട്ടേക്കാട് മേഖലകളിൽ, മലയാറ്റൂർ വനമേഖലയുടെ വിവിധയിടങ്ങളിൽ, പെരിയാറിൻ്റെ തീരത്ത്, അങ്ങനെ ചുരുക്കം ഇടങ്ങളിൽ അത്ര ചുരുക്കമല്ലാത്ത കണ്ട പാമ്പുകൾ ഇന്ന് ജനവാസ മേഖലയിലുണ്ട്. കഴിഞ്ഞ ഒരു മാസത്തിനിടെ എറണാകുളം ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ നിന്ന് 4 രാജവെമ്പാലകളെയും 7 പെരുമ്പാമ്പിനെയും 2 അണലിയെയും നിരവധി മൂർഖം പാമ്പിനെയുമാണ് പിടികൂടിയത്. വേനൽക്കാലത്ത് കരിയിലകൾക്കടിയിലോ ഈർപ്പമടങ്ങിയ ഇടങ്ങളിലോ അഭയം തേടിയ ഉരകങ്ങൾ മഴക്കാലത്ത് പുരയിടങ്ങളിൽ കാണാൻ തുടങ്ങിയിരിക്കുന്നു. വീട്ടുമുറ്റത്തും വിറകുകൾക്കിടയിലും പുൽത്തൊട്ടിയിലും പാമ്പിനെ കാണുന്നതും പതിവാണ്. എന്താണ് കാരണം? ഇത് പെരുകാനുള്ള കാരണം നമുക്ക് മലവെള്ളത്തിൽ വന്ന് 2018 ശേഷമാണ് നമുക്കിവിടെ പാമ്പുകളുടെ ശല്യം കൂടുതലായിട്ട് അനുഭവപ്പെടുന്നത്. അതിനുശേഷം വന്ന ഈ ഒഴുക്കിലൊക്കെ വന്ന് ജനവാസ മേഖലയിലേക്ക് എത്തിപ്പെട്ട പാമ്പുകൾ അവിടെ തന്നെ ഇട്ട് മുട്ടയൊക്കെ വിരിഞ്ഞ് വീണ്ടും കുഞ്ഞുങ്ങളുണ്ടായി ഇവിടെ തന്നെ വളരുന്ന ഒരു സാഹചര്യത്തിലേക്ക് ആയിരിക്കാം. അങ്ങനെയാണ് നമുക്കിപ്പോൾ തോന്നുന്നത്. കാരണം 2018 ശേഷമാണ് നമുക്കിവിടെ ഏറ്റവും കൂടുതൽ പാമ്പുകൾ കണ്ടുവരുന്നത്. റബ്ബർ കൃഷി ഉണ്ടായിരുന്ന ഇടങ്ങളിൽ പെട്ടെന്ന് കൈതച്ചക്ക കൃഷി തുടങ്ങിയത് ചേര മുതൽ മൂർക്കൻ വരെയുള്ള പാമ്പുകൾക്ക് ശരണാലയമായി. മലവെള്ളപ്പാച്ചിലിൽ ഒഴുകിയെത്തിയ പെരുമ്പാമ്പുകൾക്ക് യഥേഷ്ടം മുട്ടയിടാനും വളരാനും നാട്ടുംപുറം സൗകര്യമായി. ഇരയെ കിട്ടാനും പതുങ്ങിയിരിക്കാനും പലപ്പോഴും ജനവാസ മേഖല അനുഗ്രഹമാണ്. വളർത്തുപക്ഷികൾ, എലി തുടങ്ങിയവയും സുലഭം. എന്നാൽ പാമ്പിനെ പിടിക്കാനെത്തുന്ന പരിശീലനം ലഭിച്ചവർ അത്ര സുലഭവുമല്ല. അതുകൊണ്ട് തന്നെ ഭയന്ന് വിറയ്ക്കുന്ന മണിക്കൂറുകൾക്ക് ജീവന്റെ വിലയാണ്. പിടികൂടുന്ന വിഷപ്പാമ്പുകളെ സമീപത്തെ വനത്തിൽ തുറന്നു വിടുന്നതോടെ
വനം വകുപ്പിന്റെ ദൗത്യവും കഴിഞ്ഞു. ജനവാസ മേഖലയിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോകുന്ന പാമ്പിനെയെല്ലാം ഉൾക്കാട്ടിലെങ്ങോ കൊണ്ടുപോയി തുറന്നു വിടുന്നു എന്നുള്ളതാണ് വനം വകുപ്പ് പറയുന്നത്. എന്തൊക്കെയാണെങ്കിലും അടുത്ത മലവെള്ളപ്പാച്ചിലിന് മുമ്പ് ഇവയെല്ലാം തിരിച്ച് ജനവാസ മേഖലയിൽ തന്നെ എത്തും. ഭയം വീണ്ടും നിറയും. എന്തായാലും ഭയമല്ല, ജാഗ്രതയാണ് വേണ്ടതെന്ന ക്ലീഷേ ഡയലോഗ് മാത്രമാണ് തൽക്കാലം പറയാൻ നിവർത്തി. ക്യാമറമാൻ നിഖിൽ നിളയ്ക്കൊപ്പം ലാൽകൃഷ്ണൻ, 24 ഇടുക്കി. പൊതുജനം കഴുതയല്ല സാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.